നമസ്കാരം. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോഹൻലാൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ. എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാർ എന്ന പദവിയിൽ നിൽക്കുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാർ. ഇന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ തുടങ്ങി മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ പ്രോഗ്രാം. ഇന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങുന്നു. 1980 ഡിസംബർ 25 മലയാളികൾക്ക് മുന്നിൽ ചെറിയ ബഡ്ജറ്റിലൊതുങ്ങിയ ഒരു ചിത്രം വന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ചിത്രങ്ങൾ മാറ്റിയ സിനിമയായിരുന്നു അത്. ഒരു 20 വയസ്സുകാരൻ നരേന്ദ്രൻ എന്ന കഥാപാത്രമായി മലയാളികളുടെ മനസ്സിലേക്ക് നടന്നു കയറുകയായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത്. 20 വയസ്സിൻ്റെ നിറവിലായിരുന്നു 70ഓളം പേർ പങ്കെടുത്ത ഒരു ഓഡിഷനിൽ നിന്ന് മോഹൻലാൽ എന്ന ആ യുവാവിനെ അതിൻ്റെ സംഘാടകർ തിരഞ്ഞെടുത്തത്. ആ സിനിമയിൽ വ്യത്യസ്തമായ അഭിനയ ശൈലി കാഴ്ചവെച്ച് മോഹൻലാൽ അവിടെ നിന്നവരുടെ എല്ലാം മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായി നിറഞ്ഞ കയ്യടി നേടി. ആ കയ്യടി ഇന്നും തിയേറ്ററുകളിൽ മോഹൻലാലിന് നിലയ്ക്കാതെ ആരവമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഫാസിൽ സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ നരേന്ദ്രൻ എന്ന വില്ലനായി കടന്നുവന്ന് പിന്നീട് മലയാളികളുടെ എക്കാലത്തെയും ഒരേ ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു മോഹൻലാൽ എന്ന ആ നടൻ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ജെറി അമൽദേവ് ആയിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ആ സിനിമയുടെ സംഗീത സംവിധായകൻ. ജെറി അമൽദേവിൻ്റെ മനോഹരമായ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ താളമിടുകയായിരുന്നു. 1980കളിൽ മലയാള സിനിമയിൽ മെലോ ഡ്രാമ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമായിരുന്നു. അതിന് ഒരു മാറ്റമുണ്ടാക്കിയ സിനിമയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഫാസിൽ ചിത്രം. ശങ്കറും പൂർണിമ ജയറാമുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എങ്കിലും മോഹൻലാൽ അഭിനയിച്ച ക്രൂരനായ വില്ലൻ നരേന്ദ്രൻ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടുകയായിരുന്നു. 400-ൽ പരം ചിത്രങ്ങൾ, 5 ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ. രാജ്യം പരമോന്നതമായ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിയും രാജ്യം അദ്ദേഹത്തിന് നൽകി. അങ്ങനെ നമ്മുടെ ഹൃദയമിടിപ്പായ ചങ്കിടിപ്പായ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലായി മാറുകയായിരുന്നു. സ്ഫടികം മുതൽ ഭരതം വരെ നമുക്കറിയാം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. മോഹൻലാൽ തൻ്റെ പ്രതിഭ കൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ കൊത്തിവെച്ച അഭിനയ ശൈലിയും കഥാപാത്രങ്ങളുടെ പെരുമയുമായിരുന്നു. നരേന്ദ്രൻ മുതൽ ജോർജ് കുട്ടി വരെ, ഒരു സൈനികം മുതൽ പുരാണ കഥാപാത്രങ്ങളിലെ നായകന്മാരും ഇതിഹാസ കഥാപാത്രങ്ങളും. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ തൻ്റെ ശൈലിയിലൂടെ വന്ന നിരവധി കഥാപാത്രങ്ങൾ മലയാളികളുടെ കണ്ണിനു മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വേഷപ്പകർച്ചകൾ മലയാളികൾ ഹൃദയത്തിലേറ്റി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി അഭിനയ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു മലയാളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ അഭിനയ ചക്രവർത്തി ഭരത് മോഹൻലാൽ.